ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വെറും 3 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്വീറ്റാണ് ഇത്. പണ്ടുകാലങ്ങളിലെ പെട്ടിക്കടകളിൽ കാണാറുള്ള പാൽക്കോവയുടെ റെസിപ്പി കൂടിയാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട, കുറച്ച് സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റ് കൂടിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊട്ടുകടലയെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് കഴിക്കാനും എടുക്കാറുണ്ട്, അതുപോലെ തന്നെ ചമ്മന്തിയിലേക്ക് ഒന്ന് കട്ടി കൂടാനും അതുപോലെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനും ഒക്കെ ചമ്മന്തിയിൽ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഒന്ന് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് 1 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേ സെയിം ക്വാണ്ടിറ്റിയിലാണ്, നമ്മൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതേ സെയിം ക്വാണ്ടിറ്റിയിലാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ എടുക്കാനുള്ളത്. അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് ആദ്യം മാറ്റി കൊടുക്കാം. ഇനി ഈ മിക്സിയുടെ ജാറിൽ തന്നെ, കഴുകിയൊന്നും വേണ്ട, അതേ ജാറിൽ തന്നെ നമുക്ക് പഞ്ചസാര കൂടി സെയിം അളവിൽ തന്നെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ സെയിം ക്വാണ്ടിറ്റി രണ്ടും എടുത്താൽ മതിയാകും. അതിന് പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതും വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ പഞ്ചസാരയും പൊട്ടുകടലയും നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം 1/2 കപ്പ് നെയ്യ് കൂടിയാണ്. നെയ്യും ആകാം, അതുപോലെ ഓയിൽ എന്തെങ്കിലും ആകാം. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ചെയ്യണമെങ്കിൽ നെയ്യിൽ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ അത് 1/2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് 100 ml വരും. ഇനി ഇതുപോലൊരു ട്രേ കൂടി റെഡിയാക്കി വയ്ക്കാം. ബട്ടർ പേപ്പർ ഇട്ടാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി തയ്യാറാക്കാനുള്ള പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ എടുത്താലും മതി, വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏത് ഓയിൽ എടുത്താലും മതിയാകും. അപ്പം കുറച്ചുകൂടി ടേസ്റ്റും കുറച്ചും കൂടി ഹെൽത്തിയും നെയ്യാണ്, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് എടുത്തേക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഈ പൊടി നല്ലോണം ഈ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ലൊരു ഫ്ലേവർ വരും. ആ സ്മെല്ല് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് പൊതുവേ മൈദയിലും ചെയ്യാറുണ്ട്, ഇതുപോലെ പൊട്ടുകടലയിലും ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടിലും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പൊട്ടുകടലയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. നിങ്ങൾക്ക് മൈദയിലും ചെയ്തെടുക്കാവുന്നതാണ്. നെയ്യിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരും. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 2 മിനിറ്റ്സോളം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് കൂടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ഏലക്ക ഇല്ലെങ്കിൽ ഈ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് 1-2 പീസ് ഏലക്ക കൂടി ഇട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പം തോന്നിയേക്കാം ഓയിൽ കുറവാണെന്ന്, പക്ഷേ അല്ല, കറക്റ്റ് മെഷർമെൻറ്റാണ്. ഇതേ രീതിയിൽ ചെയ്താൽ കറക്റ്റാണ്. അത് നല്ലോണം മിക്സ് ചെയ്ത് വന്നതിന് ശേഷം അത് കറക്റ്റ് എങ്കിലും ഒരു പുട്ടിൻ്റെ പൊടിയിനെങ്കിലും കുറച്ചുകൂടി ഒരു ഈർപ്പത്തിലിരിക്കും. അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം കട്ടിയായിട്ട് വന്നോളും. അതുകൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ കറക്റ്റായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്ന ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. മിക്സെല്ലാം കൂടി ട്രേയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഫ്രണ്ട് ലെവലാക്കി കൊടുക്കാം. ഇപ്പം മേൽഭാഗത്തേക്ക് കറക്റ്റ് ലെവലാക്കി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ ചൂടിൽ തന്നെ ഒന്ന് എത്ര അളവിലാണോ നമുക്ക് പീസ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഈ സമയത്ത് ഒന്ന് കട്ട് ചെയ്ത് ആദ്യം തന്നെ വയ്ക്കാം. തണുത്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ ചിലപ്പം പൊടിഞ്ഞു പോകും, അതുകൊണ്ട് ഈ ചൂടിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം.
അങ്ങനെയെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് തണുക്കാനായിട്ട് മാറ്റാം. ഇപ്പോൾ നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല എല്ലാം പീസാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കട്ടിയായിട്ടുണ്ട്. ഇതൊരു 7 ദിവസം വരെയൊക്കെ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. കേടാവത്തൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു സോഫ്റ്റാണ്. അത് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് ഹാർഡാവും. ഇപ്പോൾ ചെയ്ത ഉടനെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് 2 ഹവേഴ്സൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊരു സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇരിക്കും തോറും കുറച്ചുകൂടി ഹാർഡായിക്കൊണ്ടിരിക്കും. അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പാൽക്കോവയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ടൈമൊന്നും വേണ്ട ഇത് തയ്യാറാക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം നെക്സ്റ്റ് ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.